ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധിയിൽ സംസ്ഥാനത്ത് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കടൽ ഇരമ്പുകയാണ്. പ്രതിഷേധങ്ങൾ എന്തുതന്നെയായാലും കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മല ചവിട്ടുമെന്ന് ഉറച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് വടക്കൻ ജില്ലകളിൽ നിന്നുള്ള സ്ത്രീകൾ, പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നുള്ളവർ. കഴിഞ്ഞ ദിവസം വൃശ്ചികം 1-ന് മല ചവിട്ടുമെന്ന് വ്യക്തമാക്കി കണ്ണൂർ സ്വദേശിനിയായ രേഷ്മ രംഗത്ത് വന്നിരുന്നു. ഇതിനെ തുടർന്ന് വിവിധ കോണുകളിൽ നിന്ന് രേഷ്മയ്ക്കെതിരെ പ്രതിഷേധവും ഉയർന്നിരുന്നു. എന്നാൽ പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ രേഷ്മയ്ക്കൊപ്പം മല ചവിട്ടാൻ 4-അംഗ സംഘം കൂടെയുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് വർഷങ്ങളായി മാലയിടാതെ മണ്ഡലവ്രതം അനുഷ്ഠിക്കുന്ന താൻ ഇത്തവണ മാലയിട്ട് മല ചവിട്ടാൻ തയ്യാറാണ് എന്ന് തന്റെ ഫേസ്ബുക്കിലൂടെ രേഷ്മ എന്ന കണ്ണൂർ സ്വദേശിനി വ്യക്തമാക്കിയത്. കോടതി വിധി അനുകൂലമായ സാഹചര്യത്തിൽ മല ചവിട്ടാൻ അതിയായ ആഗ്രഹമുണ്ടെന്നും അവർ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. വിപ്ലവമായിട്ടല്ലെങ്കിൽ കൂടിയും ഇന്ന് ഒരു വിശ്വാസി അതിന് തയ്യാറാവുക എന്നത് നാളെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികൾക്ക് ശബരിമല കയറാനുള്ള ഊർജമാവുമെന്ന് തന്നെ കരുതുന്നു എന്നും രേഷ്മ നിലപാട് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ഹൈന്ദവ സംഘടനകൾ രേഷ്മയ്ക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രതിഷേധക്കാർ രേഷ്മയുടെ വീടിന് മുന്നിലെത്തി ശരണം വിളിക്കുകയും രേഷ്മയെ അസഭ്യം പറയുകയും ചെയ്തു. രേഷ്മ CPM-കാരിയാണെന്നും മനഃപൂർവ്വം വിശ്വാസികളെ ഇളക്കിവിടാനുള്ള ശ്രമമാണ് നടക്കുന്നതുമെന്നുള്ള ആരോപണങ്ങളും സജീവമാണ്. അതേസമയം താൻ ഒരു വിശ്വാസിയാണെന്നും വിശ്വാസത്തിന്റെ പേരിൽ മാത്രമാണ് ശബരിമലയിൽ പോകാൻ ആഗ്രഹിക്കുന്നതെന്നും മല ചവിട്ടാനുള്ള തന്റെ തീരുമാനത്തിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ലെന്നും രേഷ്മ വ്യക്തമാക്കുന്നു. വിശ്വാസി ആയതുകൊണ്ട് തന്നെ അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിലും വിശ്വാസമുണ്ട്. എന്നാൽ സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ചരിത്രം പരിശോധിച്ചപ്പോൾ അവിടെ മുൻപ് സ്ത്രീകൾ കയറിയിരുന്നു എന്ന് മനസ്സിലായി. അന്ന് നഷ്ടപ്പെടാത്ത അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം താൻ കയറിയതുകൊണ്ട് നഷ്ടമാകുമെന്ന് താൻ കരുതുന്നില്ലെന്നും രേഷ്മ വ്യക്തമാക്കി. പിന്നെ എന്തിനാണ് വിശ്വാസിയായ സ്ത്രീകളുടെ അയ്യപ്പ ദർശനം തടയുന്നതെന്ന ചോദ്യവും യുവതികൾ ഉന്നയിക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. പബ്ലിക് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2019 കഴിവുറ്റ പ്രതിഭകളെ കണ്ടെത്താൻ പബ്ലിക് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 30 മിനിറ്റ് താഴെയുള്ള ഇംഗ്ലീഷ് സബ്ടൈറ്റിലോട് കൂടിയ ഹ്രസ്വചിത്രങ്ങൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 7994422656 9495949878.